കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് 1 കിലോ പുഴമീൻ ഇരുമീൻ വാങ്ങിച്ചിട്ടുണ്ട്. ആ മീൻ കൊണ്ടാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത്. ഇരുമീൻ കറി ഉണ്ടാക്കാൻ മീൻ ആദ്യം ഇതുപോലെ മുറിച്ചെടുക്കണം. ഞാൻ ഈ ചെറാക്കത്തി കൊണ്ടാണ് മുറിച്ചെടുക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കത്രിക വെച്ച് 2 സൈഡും കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇതെല്ലാം കളഞ്ഞ് മുറിച്ചെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത്, വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചേർത്ത് 4-5 വെളുത്തുള്ളി കട്ട് ചെയ്തതും, ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും, ഒരു സവാളേൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. ഒരു പിടി പച്ച തേങ്ങ ചേർത്ത് കൊടുത്ത് പച്ചത്തേങ്ങ ചേർത്തതിന് ശേഷം അത് കുറേ സമയം കളർ മാറാനൊന്നും വേണ്ട, ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 2 ടീസ്പൂൺ പിരിയം മുളക് പൊടി. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒരു സെക്കൻഡ് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണമൊന്ന് മാറണം, ഇത്രയേ വേണ്ടൂ. ഇനി ഇത് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് മിക്സി ജാറിട്ട് നൈസായിട്ട് അരച്ചെടുത്തിട്ട് വെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു നുള്ള് ഉലുവ, 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത്, ഉലുവയും കടുവും നല്ല ജീരകവും ഒന്ന് പൊട്ടുമ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും 3-4 വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും, നേരത്തെ മുറിച്ച് വെച്ച സവാള ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്ത്, ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്, ഒരു സവാളേൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പകുതി ആദ്യം ചേർത്തു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു തക്കാളി ഇതിൽ ചേർത്ത് കൊടുക്കണം. തക്കാളിയും ചേർത്ത് ഒന്ന് ഇളക്കി, തക്കാളിയും സവാളയും കറിവേപ്പിലയും എല്ലാം ഒന്ന് വാടി വരണം. തക്കാളിയും സവാളയും ഒന്ന് വാടി വരുമ്പം ഒന്ന് വാടി കിട്ടിയാൽ മതി. വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കണം. അരച്ച് വെച്ച മസാല ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി അതിൻ്റെ വെള്ളം കുറച്ചൊന്ന് ആറുന്ന വരെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, മിക്സി ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് 2 പച്ചമുളക് ഇട്ട് ഇതുപോലെ തിളച്ച് വരുമ്പം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് 1/2 കിലോ പുഴമീനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കഷ്ണങ്ങളിലെല്ലാം മസാല ഒന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ആക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു കഷ്ണം കുടംപുളി കൂടെ ചേർത്ത് കൊടുത്ത്, പുളിക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കണം. കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് വീഡിയോ മിസ്സായിപ്പോയി. ഇനി ഇതൊന്ന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് എണ്ണ തെളിയുന്നവരെ വേവിച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള പുഴമീൻ കറി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇത് നമ്മൾ ദോശേൻ്റെ കൂടെയാണ് ഈ മീൻ കറി കഴിക്കുന്നത്. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.